കാട്ടപരാധങ്ങൾ വരെ ലജ്ജിച്ച് മാറി നിൽക്കുന്ന പീക്ക് അപരാധം. അതാണ് പെപ്പയുടെ കാട്ടാളൻ. മാർക്കോ പോലെ പണ്ണാൻ നോക്കിയിട്ട് മാക്രിയാക്കി വെച്ചിട്ടുണ്ട്. ലിറ്ററലി ടോർച്ചർ ആയിരുന്നു ഈ പടം. എങ്ങനെ കണ്ടു തീർത്തു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആകെ 2 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ 2 മണിക്കൂർ ക്ഷമയുടെ നെല്ലിപ്പലക കാണേണ്ടി വന്നു. ഈ സിനിമ റിലീസായ സമയത്ത് തിയേറ്ററിൽ പോയിട്ട് ഇന്റർവെല്ലിന് ഇറങ്ങി വന്നിട്ട് പിന്നെ തിരിച്ചു കയറാത്ത ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മുടക്കി സിനിമയ്ക്ക് കയറി കഴിഞ്ഞാൽ ഏത് ഉളപ്പടം ആയാലും മുഴുവൻ കണ്ടു തീർക്കുന്നവനാണ്. അവൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞ് ഇന്റർവെല്ലിൽ ഇറങ്ങി വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിന് മാത്രം എന്ത് അപരാധമാണ് ഈ പടത്തിലുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ പടത്തിന് പോകുന്നത്. അങ്ങനെ ഇരുന്നൊരു പടം ഓറ്റിരുന്നപ്പോ കണ്ട് എന്റെ പൊന്നു മോനെ കിളി പോയി. ഒരു കാര്യം ഉണ്ടായില്ല. 10 മിനിറ്റ് തീർക്കേണ്ട സിനിമയാണ്. അതിന്റെ കൂടെ 1.5 മണിക്കൂർ സ്ലോ മോഷൻ കുത്തിക്കയറ്റിയിട്ട് വലിച്ചു നീട്ടി 2 മണിക്കൂറായിട്ട് അപരാധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സിനിമയൊക്കെ തിയേറ്ററിൽ കണ്ടവർക്ക് ശരിക്കും സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കൊടുക്കണം. എങ്ങനെ ഇത് കണ്ടു തീർത്തു എന്ന് എനിക്കറിയാൻ പാടില്ല. സ്കിപ്പ് ചെയ്തിട്ട് പോലും ഈ പണ്ടാരപ്പടം തീരുന്നില്ല. അമ്മാതിരി വെറുപ്പിക്കല്. തുടക്കം തൊട്ട് അവസാനം വരെ രവി ബസ്ലൂറിന്റെ കത്തിക്കൽ മാത്രമുണ്ട്. ഒരാവശ്യമുള്ള സീനിലാണെങ്കിൽ പോലും മാസ് ബിജിഎം, ഒരാവശ്യമുള്ള സ്ഥലത്താണെങ്കിൽ പോലും സ്ലോ മോഷനും കിടക്കാച്ചി ബിജിഎമ്മും അതിന്റെ ഇടയിൽ കൂടെ ബിൽഡപ്പും. എന്ത് കാര്യമുണ്ട്? ഈ പെപ്പ എന്ന് പറയുന്ന മനുഷ്യന് ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. പുള്ളിയുടെ ഇടിക്ക് ഒരു പഞ്ചുണ്ട്. ഇതിലൊരുമാതിരി പെപ്പയെ കൊണ്ടുവന്ന് പി ആക്കി വിട്ട് മര്യാദയ്ക്ക് ഡയലോഗും ഇല്ല, സ്ക്രീൻ പ്രസൻസും ഇല്ല. എന്ത് തങ്ങയ്ക്കാണ് അയാൾ ഈ പടം കൊടുത്തതെന്ന് അയാൾക്കേനെ അറിയാൻ പാടില്ല. ആർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. രവി ബസ്ലൂറിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാനുള്ളൂ. പുള്ളി അങ്ങോട്ട് കണ്ണി കണ്ടതും കടി പിടിച്ചതും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് കത്തിക്കുന്നുണ്ട്. ഒരു ആവശ്യമില്ലാതെ സ്റ്റാർട്ടിങ് ടു എൻഡ് കുറേ കിടിലം ബിജിഎമ്മുകളും കുറേ കിടിലം പാട്ടുകളും ഉണ്ട്. ആരെ കേൾപ്പിക്കാനായിട്ട്? ഇതിന് മാത്രം എന്തെങ്കിലും കഥയിലുമായി എടുത്തു വെച്ചതിലും ഓണിച്ചാൽ മാത്രമല്ലേ ഈ സാധനങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പാക്ട് കിട്ടുള്ളൂ. ഇതൊരുമാതിരി തലവേദനയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ഹൈ ബീറ്റില് ഹൈ ബിജിഎം. അറിയാലോ നമുക്ക് രവി ബസ്ലൂറിന്റെ ബിജിഎം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. ആ സാധനം തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ഗ്യാപ്പും ഇല്ലാതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലപ്രാന്ത് വിളിച്ചിട്ടാണ് ഈ പടം കണ്ടു തീർത്തത്. സ്ലോ മോഷന്റെ അതിപ്രസരം. ഓരോ 2 മിനിറ്റിലും ഒരു സ്ലോ മോഷൻ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. പക്ഷെ ഒരു സ്ലോ മോഷൻ, അക്കൂട്ടത്തിൽ അണ്ണന്റെ ഒരു കത്തിക്കൽ ബിജിഎമ്മും. ഒരു കാര്യം ഉണ്ടായില്ല. പിന്നെ ഹനാൻഷയെ വലിയ ബിൽഡപ്പിലേക്ക് കൊണ്ടുവന്ന് ഇതിൽ കൊണ്ടിട്ടിട്ട് ഒരുമാതിരി മിണ്ടാപ്രാണിയാക്കി കളഞ്ഞ്. ഡയലോഗും ഇല്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല. എന്തിനാണ് അയാളെ കാസ്റ്റ് ചെയ്തതെന്ന് അയാൾക്കും അറിയാൻ പാടില്ലായിരിക്കും, ഇതെടുത്തവനും അറിയാൻ പാടില്ലായിരിക്കും. ചുമ്മാ അങ്ങോട്ട് ഇട്ട് വഴി കൂടെ പോയില്ല, ഒന്ന് അഭിനയിച്ചിട്ട് പൊക്കട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്. ഒന്നും പറയാനില്ല. അതുവരെ കാണിച്ച അപരാധങ്ങളൊന്നും പോരാഞ്ഞിട്ട് ക്യാമിയോയില് വേറൊരു അപരാധം. പുതിയൊരു യൂണിവേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ യൂണിവേഴ്സ് എവിടെ കൊണ്ട് കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എങ്ങനെ പറഞ്ഞാലും 2 മണിക്കൂർ വെറുപ്പിച്ച് പണ്ടാരം അടക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന എടുത്ത് ആ ബിജിഎം കേട്ടിട്ട് എന്റെ പൊന്നു ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നായിരുന്നു. കാരണം ബിജിഎം ഒരു സൈഡിൽ കൂടെ അങ്ങനെ കത്തി കയറുന്നുണ്ട്. ബിജിഎം ഇങ്ങനെ കയറി മേളിലേക്ക് പോകുന്നുണ്ട്, പടം ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോകുന്നുണ്ട്. ബിജിഎം കയറുമ്പോൾ പടം താഴും. അങ്ങനെ മൊത്തത്തില് ഒരു ഗുണമില്ലാത്ത 2 മണിക്കൂർ സിനിമ 10 മിനിറ്റിൽ കണ്ടു തീർക്കാൻ കഴിയുന്ന കാട്ടപരാധമായിട്ടുള്ള ഒരു സിനിമ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. ഇതിൽ തുടക്കത്തിലെ ഒരു സീനൊക്കെ ഉണ്ട്. ഇങ്ങനെ കാട്ടിൽ പോയിട്ട് വലിയ മാസം കാണിച്ച് ആനയെ പിടിക്കുന്ന സീന്. എടാ ഇതിലും ഈസി ആയിട്ട് ഈ നാട്ടിൽ പോകുന്ന തെരുവട്ടികളെ പിടിക്കാൻ പറ്റും. എടാ ഒരു ആനയാണ്, അതിനൊന്ന് ബഹുമാനിക്കാൻ പഠിക്കുക. അതിന്റെ സൈസിനെങ്കിലും ഇത്തിരി ബഹുമാനം കൊടുക്കുക. എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു വില്ലനില്ല, മര്യാദക്കുള്ള ഒരു വില്ലനില്ല, മര്യാദക്കുള്ള ഒരു നായകനില്ല, മര്യാദക്കുള്ള ഒരു കഥയില്ല, മര്യാദയ്ക്ക് കട്ട്സ് ഇല്ല, മര്യാദയ്ക്കൊരു ഡയലോഗില്ല, ഒന്നുമില്ല. ആകെ കുറെ ബിജിഎം ഉണ്ട്. ഈ ബിജിഎം സ്റ്റാർട്ടിങ് ടു എൻഡിങ്ങിന് ഇട്ട് കാണുന്നവരെ തലപ്രാന്ത് പിടിച്ച് ഇവ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോണം. ഇതായിരുന്നു നിനക്കൊക്കെ വേണ്ടത്. മാർക്കോയിൽ കുറെ വയലൻസ് കാണിച്ച് അതെങ്ങനെയോ ജയിച്ച് അത് കഴിഞ്ഞ് അടുത്ത പടത്തിൽ അതിന്റെ ഇരട്ടി വയലൻസും കേട്ടാന്നും പറഞ്ഞ് അതുപോലത്തെ ഒരു മാർക്കം ഉണ്ടാക്കാൻ നോക്കിയിട്ട് മാർക്കിൽ പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തമിച്ചണ്ണ തമിച്ച്.